മൂന്നോ നാലോ സിനിമകൾ മാത്രമാണ് പണം വാരിയതെങ്കിലും അതിന്റെ പ്രകമ്പനം മൊത്തം ഇൻഡസ്ട്രിയിൽ പ്രതിഫലിക്കുന്നതിനാണ് സിനിമാ ലോകം സാക്ഷ്യം വഹിക്കുന്നത്. അഭിനേതാക്കൾ മുതൽ ടെക്നീഷ്യന്മാർ വരെ വേതനം വർദ്ധിപ്പിച്ചു. മുൻനിര നടന്മാരിൽ പലരും കോടികൾക്ക് മുകളിലാണ് ഇപ്പോൾ വാങ്ങുന്നത്. നമസ്കാരം, ന്യൂസ് ഗ്ലോബ് ടിവിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മലയാള സിനിമയിൽ ഇടയ്ക്കിടെ 100 കോടി 200 കോടി ക്ലബ്ബുകൾ ഉണ്ടാവാറുണ്ട്. ഈ അടുത്ത കാലം വരെ ഇടയ്ക്കിടയ്ക്കല്ല, എല്ലാ ആഴ്ചയിലും ഓരോ 100 കോടിയും 200 കോടിയും 300 കോടിയും ക്ലബ്ബുകൾ ഇങ്ങനെ ഉടലെടുത്തുകൊണ്ടേയിരുന്നു. ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലായി തുടങ്ങിയപ്പോഴാണ് പ്രേക്ഷകർക്കും ഒന്ന് ചിന്തിക്കണമെന്ന് തോന്നിയത്. പ്രേക്ഷകർക്ക് മാത്രമല്ല, അവിടെ ചിന്തിക്കാൻ തുടങ്ങിയതിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഉണ്ടേ. കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി തമിഴ്നാട്ടിൽ നിന്നും പണമിറക്കി, അതും കള്ളപ്പണം ഇറക്കി ഈ ബ്ലാക്കിൽ ടിക്കറ്റ് എടുക്കുന്ന ചില പരിപാടികൾ, ഒരുമിച്ച് ഓൺലൈൻ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്ന പരിപാടികൾ, ചിലവുകൾ പെരുപ്പിച്ചു കാട്ടുന്ന ഏർപ്പാടുകൾ. ചുരുക്കം പറഞ്ഞാൽ 50,000 രൂപ പ്രതിഫലം മേടിക്കുന്നവൻ ആ സിനിമ ഈ 100 കോടി ക്ലബിലേക്കൊക്കെ എന്ന് പറഞ്ഞാൽ മാത്രം മതി, നേരെ റെമ്യൂണറേഷൻ കൂട്ടുന്നത് 50 ലക്ഷത്തിലേക്കും 5 കോടിയിലേക്കും ഒക്കെയാണ്. 5 കോടി മേടിക്കുന്നവൻ 20 കോടിയിലേക്ക് മാറും, 1 കോടി മേടിക്കുന്നവൻ 10 കോടിയിലേക്ക് മാറും. അത് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഒരു ഫാഷനായിട്ട് മാറിയിരിക്കുന്നു. ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് നിർമ്മാതാക്കൾക്ക് തന്നെയാണ്. താരങ്ങളിങ്ങനെ സിനിമ ഓടുന്നതനുസരിച്ച് അല്ലെങ്കിൽ അതിന്റെ പബ്ലിസിറ്റി ബൂസ്റ്റിംഗ് അനുസരിച്ച് എമൗണ്ട് കൂട്ടിക്കൂട്ടി പോകുമ്പോൾ മ്യൂസിക് ഡയറക്ടേഴ്സും വെറുതെ ഇരിക്കുന്നില്ല. അവരിപ്പോ അതിന്റെ റൈറ്റ്സ് ആണ് മേടിക്കുന്നത്. ഈ റൈറ്റ്സ് വിട്ട് അവർ കാശുണ്ടാക്കുന്നു. മുൻനിര നായകന്മാരിൽ ചില ആളുകൾ ഈ സിനിമകളുടെ റൈറ്റ്, അതായത് വിദേശ റൈറ്റുകളും അതിന്റെ OTTയും ഒക്കെ അവർ എഴുതി വാങ്ങുന്നു. അവസാനം ചുരുക്കം പറഞ്ഞാൽ നിർമ്മാതാക്കൾക്ക് തിയേറ്റർ മാത്രമായി ഒതുങ്ങി ഇരിക്കേണ്ട ഒരവസ്ഥയിലാണ്. തിയേറ്ററിൽ മാത്രമായിട്ട് ഒതുങ്ങിയിരിക്കുമ്പോൾ പടം ഓടിയാൽ കാശ് കിട്ടും, ഓടിയില്ലെങ്കിലും എത്രയാണെന്ന് നമുക്കറിയാം. ഈ ഓടുമ്പോൾ ഗ്രോസ് കളക്ഷൻ വരുന്നതിന്റെ ഏതാണ്ട് 50% മറ്റ് എക്സ്പെൻസുകളായി പോകും. ഏതാണ്ട് 30% മാത്രമേ നിർമ്മാതാവിന്റെ പോക്കറ്റിലേക്ക് എത്തൂ. തിയേറ്റർ എക്സ്പെൻസ്, ഡിസ്ട്രിബ്യൂട്ടർ എക്സ്പെൻസ്, പബ്ലിസിറ്റി എല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ അവസാനം തിയേറ്ററിൽ നിന്ന് നിർമ്മാതാവിന്റെ പോക്കറ്റിൽ എത്തുന്നത് 30%. 100 കോടി കളക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ 30 കോടിയോളം രൂപ നിർമ്മാതാവിന്റെ പോക്കറ്റിലേക്ക് എത്തും. ഇടയ്ക്കിടെ ചില ഹിറ്റുകൾ പിറക്കുമ്പോഴും മലയാള സിനിമ വല്ലാത്ത പ്രതിസന്ധിയിലാണ്. കോടികൾ കളക്ഷൻ നേടിയ സിനിമകളുടെ എണ്ണം വിരലെണ്ണാവുന്ന തരത്തിൽ വർദ്ധിച്ചതോടെ അഭിനേതാക്കളും ടെക്നീഷ്യന്മാരും വേതനം 10 മടങ്ങായി ഉയർത്തിയതാണ് ഇൻഡസ്ട്രിക്ക് തിരിച്ചടിയാകുന്നത്. വേതനം കുറയ്ക്കാൻ മുൻനിര നടന്മാർ തയ്യാറായില്ലെങ്കിൽ നിർമ്മാണം നിർത്തിവെക്കുന്നത് അടക്കമുള്ള തീരുമാനങ്ങളിലേക്ക് നിർമ്മാതാക്കൾ കടന്നേക്കും. 3-4 സിനിമകൾ മാത്രമാണ് പണം വാരിയതെങ്കിലും അതിന്റെ പ്രകമ്പനം മൊത്തം ഇൻഡസ്ട്രിയിൽ പ്രതിഫലിക്കുന്നതിനാണ് സിനിമാ ലോകം സാക്ഷ്യം വഹിക്കുന്നത്. അഭിനേതാക്കൾ മുതൽ ടെക്നീഷ്യന്മാർ വരെ വേതനം വർദ്ധിപ്പിച്ചു. മുൻനിര നടന്മാരിൽ പലരും കോടികൾക്ക് മുകളിലാണ് ഇപ്പോൾ വാങ്ങുന്നത്. അടുത്തിടെ ഹിറ്റ് സിനിമകളിൽ സ്ഥിര സാന്നിധ്യമായ ഒരു കൗമാര താരത്തിന്റെ പ്രതിഫലം 1.5 കോടി രൂപയാണ്. സൂപ്പർ താരങ്ങൾ 4 കോടിക്ക് മുകളിലാണ് വാങ്ങുന്നത്. ഈ വർഷം ജൂലൈ ആദ്യം വരെ പുറത്തിറങ്ങിയത് 120-ലേറെ ചിത്രങ്ങളാണ്. ഇതിൽ തിയേറ്ററിൽ നിന്ന് മുടക്കുമുതൽ നേടിയ ചിത്രങ്ങൾ 10-ൽ താഴെ മാത്രമാണ്. 100-ലേറെ സിനിമകളും നിർമ്മാതാക്കൾക്ക് വലിയ നഷ്ടമാണ് സമ്മാനിച്ചത്. ഓവർ ദി ടോപ്പ്, അതായത് OTT പ്ലാറ്റ്ഫോമുകൾ മലയാള സിനിമയ്ക്കായി പണം മുടക്കുന്നത് നിജപ്പെടുത്തിയതോടെ ഇതുവഴിയുള്ള വരുമാന സാധ്യതയും അടഞ്ഞു കഴിഞ്ഞു. ഓവർസീസ് റൈറ്റ്സും സാറ്റലൈറ്റ് റൈറ്റ്സും സൂപ്പർ സ്റ്റാർ ചിത്രങ്ങൾക്ക് മാത്രമാണ് കാര്യമായി കിട്ടുന്നത്. TV ചാനലുകളിൽ പുതിയ സിനിമകൾക്ക് റേറ്റിംഗ് കുറവായതിനാൽ വലിയ തുക നൽകി സിനിമ വാങ്ങുന്നത് കുറച്ചിട്ടുമുണ്ട്. ഫലത്തിൽ തിയേറ്ററിൽ സിനിമ ഫ്ലോപ്പായാൽ നിർമ്മാതാവിന്റെ കീശ കീറും. ഒരു സിനിമ റിലീസ് ചെയ്ത് 3-4 ദിവസം പിന്നിടുമ്പോൾ തന്നെ കോടികൾ കളക്ഷൻ നേടിയതിന്റെ കണക്ക് ഉയർത്തിക്കാട്ടിയാണ് പിന്നീടുള്ള പ്രൊമോഷൻ. തുടക്കത്തിൽ ഈ രീതി ക്ലിക്കായെങ്കിലും ഒട്ടുമിക്ക നിർമ്മാതാക്കളും ഇതേ വഴി പിന്തുടർന്നതോടെ പ്രേക്ഷകർക്കും കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി. കോടി ക്ലബിൽ കയറി എന്ന അവകാശവാദം
നിർമ്മാതാക്കളെ തന്നെയാണ് ബാധിച്ചത്. കേന്ദ്ര സംസ്ഥാന ഏജൻസികൾ ഇത്തരം സിനിമകളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഇടപാടുകൾ സൂക്ഷ്മമായി വീക്ഷിക്കാൻ തുടങ്ങി. നിർമ്മാതാക്കൾ കോടികൾ സ്വന്തമാക്കുന്നുവെന്ന തിരിച്ചറിവിൽ അഭിനേതാക്കൾ മുതൽ ടെക്നീഷ്യന്മാർ വരെ വേതനം വർദ്ധിപ്പിച്ചതാണ് മറ്റൊരു തിരിച്ചടിയും. അതും ആ നിർമ്മാതാവ് എവിടെ നിന്നെങ്കിലും പലിശയ്ക്ക് പണമെടുത്തിട്ടുണ്ടെങ്കിൽ ആ പലിശയും എല്ലാം കഴിഞ്ഞാൽ, ആ സിനിമയുടെ ചിലവും കഴിഞ്ഞാൽ 100 കോടി ക്ലബിൽ കയറുന്ന ഒരു സിനിമയ്ക്ക് എത്രയാണ് വരുമാനം കിട്ടുന്നത് എന്ന് ഒന്ന് ആലോചിച്ചു നോക്കിയാൽ മതി. ഈ കാശ് ഇങ്ങനെ ഓരോ ദിവസവും കൂട്ടുന്ന ആളുകളുടെ ആ കൂട്ടലുകൾ കാണുമ്പോൾ ഒരു കാര്യം ആലോചിക്കണം. ഇതിനുവേണ്ടി പണം മുടക്കുന്നയാൾ യഥാർത്ഥമായി സിനിമ ഇൻഡസ്ട്രിയിൽ നിലനിൽക്കണം, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമാണ് ഇൻഡസ്ട്രിയിലേക്ക് ചിലവാക്കുന്നത് എന്ന് തോന്നലുള്ള ആളുകളൊന്നും ഈ പണം ഇങ്ങനെ വാരിക്കൂരി കളയില്ല. അല്ലെങ്കിൽ ഹവാലയോ ഇതേപോലെ കള്ളപ്പണമോ എവിടെ നിന്നെങ്കിലും ഇറങ്ങാൻ വേണ്ടി മലയാള സിനിമ നിർമ്മിക്കുന്നതും അതിന് പബ്ലിസിറ്റി കൊടുക്കുന്നതും നിർത്തിയില്ലെങ്കിൽ അത് ഒരു വലിയ ആപത്തിലേക്ക് മലയാള സിനിമ ഇൻഡസ്ട്രിയെ നയിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്.